സ്വാമി ശരണം, സ്വാമി ശരണം. ഈ മണ്ഡലകാലം മുഴുവനും പമ്പ സർവീസ് ബസ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഈ വൃശ്ചികപ്പുലരിയിൽ തന്നെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി പമ്പ സർവീസും ഇടത്താവള സൗകര്യങ്ങളും ഒരുക്കി. ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളുടെ തീരുമാനപ്രകാരം രക്ഷാധികാരി കെ പുഷ്പാങ്കദൻ ആണ് ഇതിന് നേതൃത്വം വഹിച്ചത്. വൃശ്ചികം 1 ഐശ്വര്യപൂർണമായ ദീപാരാധനയ്ക്ക് ശേഷം ഭക്തിസായുജമായ അന്തരീക്ഷത്തിൽ അയ്യപ്പ ഭക്തന്മാരുടെ ശുഭയാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പമ്പ സർവീസ് ബസ് ഉദ്ഘാടന കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രം രക്ഷാധികാരി കെ പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മലയാറ്റിൽ RK ദാസ് മുഖ്യ അതിഥിയായിരുന്നു. തൊടുപുഴ MLA PJ ജോസഫ് സാർ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചു. ക്ഷേത്രം ഉപദേശ സമിതി അംഗങ്ങളായ KR വേണു, CC കൃഷ്ണൻ, KSRTC DTO രാജേഷ്, ഇൻസ്പെക്ടർ സന്തോഷ്, മാനേജർ വിജയകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ സംവിധാനങ്ങളും നമ്മൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഭക്തർക്ക് വിരിവെക്കുന്നതിനും അതേപോലെ തന്നെ രാത്രിയിൽ തങ്ങുന്നതിനും അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ടോയ്ലറ്റ് സംവിധാനങ്ങൾ വേണ്ടി വന്നാൽ ആംബുലൻസ് സംവിധാനം അടക്കമെല്ലാം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്റ്റാഫ് സംവിധാനങ്ങളുണ്ട്. അവർക്ക് ഏത് ആവശ്യത്തിനും ദേവസ്വത്തെ സമീപിക്കാവുന്നതാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ആദ്യം ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം, ദീർഘദൂര ബസ് സർവീസുകളല്ലാതെ സ്പെഷ്യൽ സർവീസുകളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നാണ് അയക്കുന്നത്. എന്നിരുന്നാലും ജോസഫ് സാറിൻ്റെ താല്പര്യമുണ്ട്. മിനിസ്റ്റർമാർ തൊഴിലുറ അമ്പലത്തിൻ്റെ പ്രാധാന്യം അതെല്ലാം മനസ്സിലാക്കി വാവരൊരു പോരാളി വാളെടുത്ത തേരാളി പാത്തുമ്മ തന്നുടെ മകനാം വാവരെന്ന വില്ലാളി. മണികണ്ഠൻ തന്നോടെതിർക്കാൻ വരവായി വാവരുമല്ലേ. വാളുണ്ട്, കുറുവടിയുണ്ട്, ചേലുള്ളൊരു പരിചയവുമുണ്ട്. മണികണ്ഠൻ തന്നോടെതിർക്കാൻ വരവായി വാവരുമല്ലേ. വാളുണ്ട്, കുറുവടിയുണ്ട്, ചേലുള്ളൊരു പരിചയമുണ്ട്. വടിവാളുകൾ അനവധിയുണ്ട്, മുടിമീശക്കാടുകളുണ്ട്, 60 പേർ കൂട്ടായുണ്ട്, അരവുകളിൽ ചടുലതയുണ്ട്. വടിവാ
രാജ്യ ന്യൂസിനു വേണ്ടി സ്വാം ശരണം തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും കെ വിജയൻ.